എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫിബിൻ റജി മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എറണാകുളത്തേക്കുള്ളൊരു യാത്രയാണ്. എറണാകുളം സിനഗോഗ് കാണുവാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ്. ആദ്യമായിട്ടാണ് ട്രാവൽ വ്ലോഗ് ചെയ്യുന്നത്. അതിൻ്റെ പോരായ്മകൾ ഈ വീഡിയോയിൽ ഉണ്ടാകും. ഓക്കെ, നമുക്ക് വിശേഷങ്ങളിലേക്ക് കയറാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്യാൻ ഷാലോം എഴുതിയിരിക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് ജൂയിഷ് സെമിട്രിയാണ് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായി നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു സെമിട്രിയാണ്. ഒരു ജൂയിഷ് കൾച്ചർ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ കേരളത്തിലാണെങ്കിൽ മറ്റൊരു കൾച്ചറാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2019 സാറാ കോഹൻ എന്ന് പറയുന്ന ജൂയിഷിൻ്റെ ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് മരിച്ചത്, അവസാനമായിട്ട് മരിച്ചത്. അവരുടെ ഫോട്ടോസൊക്കെ പിന്നീട് നമുക്ക് കാണിക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. ഇപ്പോൾ ജൂത വിവാഹമാണ് ഇവിടെ താമസിക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിച്ചു. സോളമൻ രാജാവിൻ്റെ കാലത്തോളം പഴക്കമുള്ളവരാണ് ഇവിടെ താമസിക്കുന്നതെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രായം കൂടിയ അംഗമായ സാറാ കോഹൻ 2019 അന്തരിച്ചത്. ഇതൊരു ആർട്ട് ഷോപ്പാണ്. ഇവിടെ വിവിധ തരത്തിലുള്ള പെയിൻറ്റിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരാകുന്ന കലാകാരന്മാർ വരച്ചിരിക്കുന്ന പെയിൻറ്റിങ്സാണ്. ഇതിൻ്റെയൊക്കെ വില വളരെ എക്സ്പെൻസീവാണ്. ഈ പെയിൻറ്റിങ്സൊക്കെ നേരിട്ട് കാണാൻ വളരെ മനോഹരമാണ്. ഒരു ഫോട്ടോയ്ക്ക് 15,000. ഇത് നമ്മൾ തന്നെ വരയ്ക്കുന്നതാണോ? ഇവരുടെ പേര് ഞാൻ ഇവിടെ കണ്ടായിരുന്നു. അനുപമ ആദിത്യ അവിടെ നിന്ന് നമ്മൾ സിനഗോഗിലേക്ക് പോവുകയാണ്. അപ്പോൾ സിനഗോഗാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സിനഗോഗ് കാണുക എന്നുള്ളതാണ് യാത്രയുടെ ലക്ഷ്യം. അപ്പോൾ ഈ സിനഗോഗിലേക്ക് പോകുന്ന വഴിയിൽ ഇരുവശങ്ങളിലായിട്ട് നിറയെ ഷോപ്പുകളാണ്. വിവിധ തരത്തിലുള്ള സാമഗ്രികൾ വിൽക്കുന്ന ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. ടൂറിസ്റ്റുകാരെ ആകർഷിക്കുന്ന നിലവാരത്തിലുള്ള ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര എക്സ്പെൻസീവാണ്, നമുക്ക് താങ്ങാൻ കഴിയുകയില്ല. ഇതാണ് സാറാ കോഹൻ്റെ ഹോമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏറ്റവും പ്രായം കൂടിയ സ്ത്രീയായ സാറാ കോഹൻ്റെ ഹോമാണ്. ഇതാണ് ഈ ഫോട്ടോയിൽ കാണുന്നതാണ് സാറാ കോഹൻ. അപ്പോൾ അവരുടെ വീടും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നു.
നമ്മൾ ജൂയിഷ് സിനഗോഗിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പം ജൂയിഷ് സിനഗോഗിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പെയിൻറ്റിങ് ഹാള് നമുക്ക് കാണാൻ സാധിക്കും വലത് സൈഡിലായിട്ട്. ഇത് കാണുന്നത് അവരുടെ ചരിത്രം, ഇവിടെ ജൂതന്മാരിവിടെ വരുന്നതും മട്ടാഞ്ചേരിയിൽ അവർ താമസം ആക്കുന്നതും ഇവിടെ ബിസിനസ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ചരിത്രങ്ങളാണ് ഈ പെയിൻറ്റിങ്സിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കാണാൻ തന്നെ മനോഹരമാണ്. ഇവിടെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നത് നമ്മുടെ ഈ കൊച്ചിനിൽ വന്നിരിക്കുന്ന ജൂയിഷ് ഫാമിലി ഫോട്ടോയാണ്. ഞങ്ങളിവിടെ ഈ ഫോട്ടോ കാണുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും ഒരു ജൂയിഷ് ഫാമിലി ഉണ്ട്. അതുപോലെ ആ ഫോട്ടോ കണ്ടപ്പോഴാണ് അവർ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. ലാസ്റ്റ് പെയിൻറ്റിങ്ങും നമ്മൾ കണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ ദേവാലയത്തിൻ്റെ കവാടമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിലേക്ക് പ്രവേശിച്ച് ഉള്ളിൽ കയറി അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെയൊക്കെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. ഞാൻ ഈ ജൂയിഷ് ടെമ്പിളിൽ കയറിയപ്പോൾ, അല്ലെങ്കിൽ ജൂയിഷ് സിനഗോഗിൽ കയറിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിനകത്തെ ഇതിൽ ചെയ്തു വച്ചിരിക്കുന്ന ഓരോ കാര്യം വളരെ എക്സ്പെൻസീവായിട്ടാണ് ഇവരുടെ ദേവാലയം സൂക്ഷിക്കുന്നത്. അതായത് ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ സാമഗ്രികളും വളരെ എക്സ്പെൻസീവ് ഏറിയ കാര്യങ്ങളാണ്. ഇവരുടെ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ടൈല് വരെ ഒരു ജൂയിഷ് കൾച്ചറിലുള്ള ടൈലുകളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. വളരെ വളരെ മികച്ചതാണ്. ഈ മേളിൽ കാണുന്ന ഈ ബാൽക്കണി എന്ന് പറയുന്നത്, ഇവിടെ ആരാധന നടക്കുമ്പോൾ സ്ത്രീകൾ ഇതിനകത്തേക്ക് പ്രവേശനമില്ല. അപ്പോൾ സ്ത്രീകൾ അവിടെ വന്നിരുന്ന് ആരാധിക്കുന്ന, അവരുടെ പ്രാർത്ഥന സമയത്ത് സ്ത്രീകൾ അവിടെയാണ്, ഈ ബാൽക്കണിയിലാണ് വന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് അവിടെ നിൽക്കുന്ന ആളുകൾ ഞങ്ങളോട് പറഞ്ഞു തരുവാനിടയായി. അപ്പോൾ ഈ ദേവാലയത്തിലെ തിരശീല, വിശുദ്ധ സ്ഥലം, പ്രാകാരം, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും.